വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. സോ ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും താഴെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ഈ ഒരു വീഡിയോ കാണുക. എന്നിട്ട് ഈ ഒരു പാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ മീൻസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ e raised to 2x plus 3 dx. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആകെ നോക്കിയേ, ഒരു ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് കിടക്കുന്നത്, പക്ഷെ അത് കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്. ഏതൊക്കെ? e raised to x ഉം 2x plus 3, അങ്ങനെ രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിഷൻ ആണ്. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലെറ്റ് u ഈസ് ഈക്വൽ ടു 2x plus 3 കൊടുക്കുക. u ഈസ് ഈക്വൽ ടു 2x plus 3 കൊടുക്കുമ്പം du by dx is equal to എന്ത് വരും? du by dx is equal to 2 എന്ന് വരും അല്ലെ. 2 into derivative of x, that is 1 plus 3ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. സോ ഇതിന്റെ അകത്ത് നമുക്ക് du is equal to 2 dx എന്ന് എഴുതാം. പക്ഷെ ഇവിടെ നമുക്ക് dx മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ dx is equal to എന്താ? dx is equal to 1/2 du. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത് ഇവിടെ എങ്ങനെ എഴുതാം? that is this is equal to integral e raised to u into dx ന് പകരം എന്ത് എഴുതണം? 1/2 du. ഇത് that is this is equal to 1/2 into integral e raised to u du അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ദാറ്റ് ഈസ് 1/2 into ഇന്റഗ്രൽ ഓഫ് e raised to u എന്താണ്? e raised to u തന്നെ. സോ 1/2 e raised to u plus c, where c is the constant of integration. So this is equal to, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് അതൊക്കെ ഫൈനൽ ആൻസറിൽ നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ e raised to u ന് പകരം എന്ത് എഴുതണം? e raised to 2x plus 3 plus c. സോ ഇത് നമുക്ക് ഡയറക്റ്റ് വേയിലും ചെയ്യാം, കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ e raised to 2x plus 3, ഇന്റഗ്രൽ e raised to 2x plus 3 is equal to e raised to x ന്റെ ഇന്റഗ്രൽ എന്താണ്? e raised to x തന്നെ. സോ ഇന്റഗ്രൽ e raised to 2x plus 3 dx is equal to e raised to 2x plus 3 divided by ഡെറിവേറ്റീവ് ഓഫ് 2x plus 3. അങ്ങനെയാണ് ഫോർമുല വരുന്നത്. സോ ഡിവൈഡഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് 2x plus 3 എന്താണ്? 2 ആണ്, പ്ലസ് c. സോ നോക്കിയേ, സെയിം ആൻസർ ആണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയും ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡിലും ഈ ഒരു e raised to ഇങ്ങനെ വരുന്നതിലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1/x into log x raised to m dx. അപ്പൊ ഇവിടെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ നോക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കോംപ്ലിക്കേഷൻസ് തോന്നും അല്ലെ. ലോഗ് എക്സ് കിടപ്പുണ്ട്, റേസ് ടു എം കിടപ്പുണ്ട്, എക്സ് കിടപ്പുണ്ട്, അതുപോലെ കണ്ടീഷൻസും തന്നിട്ടുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0, എം നോട്ട് ഈക്വൽ ടു 1. അപ്പം ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ആ ഇന്റഗ്രന്റില് ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് കിട്ടി. എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? u ഈസ് ഈക്വൽ ടു log x എന്ന് കൊടുത്താൽ മതി. u ഈസ് ഈക്വൽ ടു log x എന്ന് കൊടുക്കുമ്പോ du by dx എന്ത് വരും? du by dx is equal to 1/x എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് du is equal to എന്തായി? 1/x dx. ഇനി നിങ്ങൾ ആ ഇന്റഗ്രന്റിലേക്ക് ഒന്ന് നോക്കി, 1/x dx അവിടെ മാന്യമായിട്ട് കിടപ്പുണ്ടല്ലോ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1/x dx ന് പകരം എന്ത് എഴുതിയാൽ മതി? du എന്ന് എഴുതിയാൽ മതി. ബാക്കി എന്താ ഉള്ളേ? 1/log x എന്തായിരുന്നു നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ? u ആണ് അല്ലെ. സോ 1/u raised to m du. So this is equal to integral u raised to minus m du. That is ഇന്റഗ്രൽ x raised to n dx എന്താണ്? x raised to n plus 1 divided by n plus 1. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ എഴുതാം? u raised to minus m plus 1 divided by minus m plus 1 plus c, where c is the constant of integration. That is u raised to, നമ്മൾ ഒരിക്കലും ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് മൈനസ് ആദ്യം എഴുതത്തില്ല. അപ്പൊ അതൊന്നും എന്താ പറയാ, നമുക്കൊന്ന് മിനുക്കി എടുക്കുക എന്ന് വേണമെങ്കിൽ മാത്തമാറ്റിക്സിൽ മിനുക്കി എടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലസും മൈനസും ഒക്കെ ഒന്ന് മാറ്റി എഴുതുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് യു റേസ് ടു എങ്ങനെ എഴുതാം? യു റേസ് ടു 1 - m ഡിവൈഡഡ് ബൈ 1 - m
പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. ഇനി ഒരു സ്റ്റെപ്പും കൂടി എഴുതിയാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. എന്ത് എഴുതണം? യുവിന് നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. യു ഇസ് ഈക്വൽ ടു എന്താണ്? ലോഗ് എക്സ് ആണ്. സോ ലോഗ് എക്സ് റേസ് ടു 1 മൈനസ് എം ഡിവൈഡഡ് ബൈ 1 മൈനസ് എം പ്ലസ് സി, where c is the constant of integration. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്. അപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, മിസ് പറഞ്ഞ പോലെ രണ്ട് ഫങ്ഷൻസ് ഇല്ല, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ട് കിടപ്പില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഇവിടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനായിട്ട് പറ്റും? സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് എന്ന് നോക്കിയാലോ. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു, ഈ ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സിന് നമുക്ക് ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇനി ട്രിഗ്നോമെട്രിയിൽ നമ്മൾ ഉറക്കത്തിൽ പോലും ചോദിച്ചാൽ പറയേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഇക്വേഷൻ ഏതാ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 അല്ലെ? അപ്പൊ നമുക്കിവിടെ ഇതിന്റെ അന്ന് സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ദാറ്റ് ഈസ് ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇത് നിങ്ങൾ ഇതിലേക്ക് ഒന്ന് നോക്കി. ഇവിടെ സൈൻ എക്സ് കിടപ്പുണ്ട്, കോസ് എക്സ് കിടപ്പുണ്ട്. സൈൻ എക്സും കോസ് എക്സും തമ്മിൽ ഡെറിവേറ്റീവ് ആണെങ്കിലും ഇന്റഗ്രേഷൻ ആണെങ്കിലും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അല്ലെ? മീൻസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, അതുപോലെ സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ്, കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് അല്ലെ? അപ്പൊ അത് വെച്ചിട്ട് നമുക്കിവിടെ ഇനി സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ യു ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കോസ് എക്സ് ഡി എക്സ് എന്ന് വരിക ഡെറിവേറ്റീവ് അല്ലെ? അപ്പൊ കോസ് എക്സ് ഡി എക്സ് കൊടുക്കാനായിട്ട് ഇവിടെ കോസ് സ്ക്വയർ എക്സ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും സൈൻ എക്സ് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്ത് കൊടുക്കണം സബ്സ്റ്റിറ്റ്യൂഷൻ? ഒന്ന് ആലോചിച്ച് നോക്കി. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുത്തു എന്ന് വിചാരിക്കും. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുത്തു കഴിഞ്ഞാലും സംഭവം നടക്കത്തില്ല. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2 കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് വരും അല്ലെ? ദാറ്റ് ഈസ് 2 കോസ് എക്സ് സൈൻ എക്സ് എന്ന് വരും. പക്ഷെ അത് ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇതും പൊട്ടത്തെറ്റ. ഇനി നമുക്ക് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത്? യു ഈസ് ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് നിങ്ങൾ കോസ് എക്സ് അങ്ങ് കൊടുത്തു നോക്കിയേ. യു ഈസ് ഈക്വൽ ടു എന്ത് ചെയ്തു? യു ഈസ് ഈക്വൽ ടു കോസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. therefore du is equal to എന്ത് വരും? മൈനസ് സൈൻ എക്സ് ഡി എക്സ്. നമുക്കിവിടെ എന്തേ ഉള്ളൂ? സൈൻ എക്സ് ഡി എക്സ് ഉള്ളേ. അപ്പൊ നമുക്ക് ഈ മൈനസ് ഒന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് സൈൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ഡി. മൈനസ് വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലെ? അപ്പൊ യു ഈസ് ഈക്വൽ ടു നമ്മൾ എന്തായിരുന്നു കൊടുത്തത്? കോസ് എക്സ് ആ കൊടുത്തത്. അപ്പൊ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്താവും? 1 മൈനസ് യു സ്ക്വയർ ആവും അല്ലെ? 1 മൈനസ് യു സ്ക്വയർ ഇൻറ്റു ഈ സൈൻ എക്സ് ഡി എക്സിന് വരെ എന്ത് കൊടുക്കണം? മൈനസ് ഡി യു കൊടുക്കണം. സോ മൈനസ് ഞാൻ പുറത്തോട്ട് എടുത്തെഴുതി. മൈനസ് ഓഫ് ഇന്റഗ്രൽ 1 മൈനസ് യു സ്ക്വയർ ഡി യു. ഇനി ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഇന്റഗ്രൽ, മൈനസ് ഞാൻ മുഴുവനായിട്ട് പുറത്തെടുത്തു കേട്ടോ. മൈനസ് ഓഫ് ഇന്റഗ്രൽ 1 ഡി യു മൈനസ് ഇന്റഗ്രൽ യു സ്ക്വയർ ഡി യു. ഇതല്ലാതെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാതെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈറ്റാന്ന് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാം. എന്തെങ്കിലും ഞാൻ ഒരെണ്ണം പോലെ സ്കിപ്പ് ആവണ്ട എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ 1 ഡി യു എന്താണ്? യു ആണ് അല്ലെ? യു മൈനസ് യു ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇന്റഗ്രൽ യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? യു ക്യൂബ് ഡിവൈഡഡ് ബൈ 3. ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണമായിരുന്നു. യു പ്ലസ് C1 മൈനസ് യു ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് C2. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോൺസ്റ്റന്റ് രണ്ടിനെയും കൂടെ ഒരുമിച്ചാക്കി നമുക്ക് ഒറ്റ കോൺസ്റ്റന്റ് ആക്കി വെക്കാം. സോ ഞാൻ അത് ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്യാണ്. സോ പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ C കിട്ടി. ഇനി നമുക്ക് ഈ മൈനസ് ഒന്ന് ഉള്ളിലേക്ക് എടുക്കാം അല്ലെ? അപ്പൊ ഈ യു എന്നുള്ളത് മൈനസ് യു ആവും. മൈനസ് യു ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്നുള്ളത് എന്താവും? പ്ലസ് യു ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആവും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം നമുക്ക്? യു ക്യൂബ് ഡിവൈഡഡ് ബൈ 3 മൈനസ് യു പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഇവിടം വരെ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുവോ?
ഇല്ല. സോ ഇവിടെ എന്ത് എഴുതണം? റീസബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. യു ഈസ് ഈക്വൽ ടു എന്താണ്? കോസ് എക്സ് ആണ്. സോ കോസ് ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 3 മൈനസ് കോസ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. സോ ഇതാണ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഹോംവർക്ക് ആണ്. ഹോംവർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫായിട്ട് ചെയ്തു നോക്കുക. അപ്പൊ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റിന്റെ സിമിലർ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് തരാം. നമ്മൾ ഇപ്പൊ ചെയ്തത് ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് വരുന്നത് ഇന്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. ഈ ക്വസ്റ്റ്യൻ ഇതേ ചെയ്ത രീതിയിൽ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മീൻസ് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് ലൈക്ക് ചെയ്യുക. ഇനി ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും അതെടുത്ത് കാണാം. നിങ്ങൾക്ക് എക്സാംസിന് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.